ഇറാനിലെ തെരുവുകളിൽ പടരുന്ന പ്രതിഷേധങ്ങളും സാമ്പത്തിക അസ്ഥിരതയും കേവലം ഒരു അയൽരാജ്യത്തെ ആഭ്യന്തര പ്രശ്നമായി മാത്രമല്ല ഇന്ത്യ നോക്കിക്കാണുന്നത്. കാശ്മീർ മുതൽ ചബഹാർ വരെ നീളുന്ന ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങൾക്ക് ഇറാനിലെ ഓരോ ചലനവും നിർണായകമാണ്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിന് സംഭവിക്കുന്ന ഏത് ബലഹീനതയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ സാമ്പത്തിക വെല്ലുവിളിയാണ്. മറുവശത്ത് ഈ സാഹചര്യം പാകിസ്ഥാനും ചൈനയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നു എന്നതും വസ്തുതയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നത് കേവലം ഒരു സൗഹൃദ രാജ്യം മാത്രമല്ല, മധ്യേഷ്യയിലേക്കും അതുപോലെ അഫ്ഗാനിസ്ഥാനിലേക്കും പ്രവേശിക്കാനുള്ള ഏക വിശ്വസ്തമായ വഴി കൂടിയാണ് ഇത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് കരമാർഗമുള്ള ഗതാഗത അനുമതി നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു. 2024 മെയ് മാസത്തിൽ ഇന്ത്യയും ഇറാനും 10 വർഷത്തെ ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചത് ഈ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ്. ഏകദേശം $120 ദശലക്ഷം നിക്ഷേപവും $250 ദശലക്ഷം ക്രെഡിറ്റ് ലൈനുമാണ് ഈ പദ്ധതിക്കായി ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത്. ഇറാൻ അസ്ഥിരമായാൽ ഇന്ത്യ വർഷങ്ങളായി പടുത്തുയർത്തിയ ഈ കണക്ടിവിറ്റി ശൃംഖല തകരും. ചബഹാറിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കും അവിടെ നിന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ചരക്കെത്തിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം പാതി വഴിയിൽ നിലയ്ക്കുകയും ചെയ്യും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ചബഹാർ തുറമുഖത്തെ ചരക്ക് നീക്കത്തിൽ 34% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഈ പാത ഇന്ത്യക്ക് എത്രത്തോളം ലാഭകരമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഇറാനിൽ ഒരു ഭരണമാറ്റമോ ആഭ്യന്തര കലാപമോ ഉണ്ടായാൽ ഈ തന്ത്രപ്രധാനമായ ആസ്തി ചൈനയുടെയോ പാകിസ്ഥാന്റെയോ സ്വാധീന വലയത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ട്. ദശകങ്ങളായി പാകിസ്ഥാന്റെ പ്രാദേശിക താൽപ്പര്യങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ ഇറാന്റെ നിലപാടുകൾ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ അനുകൂല നീക്കങ്ങളെയും ഇറാൻ എല്ലായ്പ്പോഴും എതിർത്തിരുന്നു. ഷിയ ഭൂരിപക്ഷമുള്ള ഇറാൻ തങ്ങളുടെ അതിർത്തികളിൽ സുന്നി തീവ്രവാദം വളരുന്നത് തടയാൻ ഇന്ത്യയുമായി തന്ത്രപരമായ സഹകരണത്തിൽ ഏർപ്പെട്ടിരുന്നു. 1990കളിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇറാൻ നൽകിയ നിശബ്ദ പിന്തുണ ഇന്ത്യ മറന്നിട്ടില്ല. ഇറാൻ ദുർബലമായാൽ ആ മേഖലയിൽ പാകിസ്ഥാന്റെ സ്വാധീനം സ്വാഭാവികമായും വർദ്ധിക്കും. പാകിസ്ഥാൻ പോഷിപ്പിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇറാനിലെ അസ്ഥിരത മുതലെടുത്ത് ഇന്ത്യയുടെ അതിർത്തികളിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് ഡെപ്ത് നയം അഫ്ഗാനിസ്ഥാനിൽ കൂടുതൽ ശക്തമാക്കാനും ഇത് വഴിയൊരുക്കും. ചുരുക്കത്തിൽ ഇറാൻ എന്ന കരുത്തുറ്റ ശക്തിയുടെ അഭാവം ഇന്ത്യയുടെ സുരക്ഷാ കവചത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കും. ഇന്ത്യയുടെ ആശങ്കകളിൽ ഏറ്റവും വലുത് ചൈനയുടെ വളരുന്ന സ്വാധീനമാണ്. 2021 ഇറാനും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച 25 വർഷത്തെ തന്ത്രപ്രധാനമായ കരാർ ഏകദേശം $400 ബില്യൺ നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്യുന്നത്. നിലവിൽ ഉപരോധങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ഇറാൻ ചൈനീസ് വിപണിയെയും നിക്ഷേപത്തെയും അമിതമായി ആശ്രയിക്കുന്നുണ്ട്. 2024-25 കാലഘട്ടത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ കയറ്റുമതി വിപണി ചൈനയായിരുന്നു. ഏകദേശം $14.5 ബില്യൺ ആയിരുന്നു അത്. ഇറാനിൽ ഭരണകൂടം തകരുകയോ സാമ്പത്തിക തകർച്ച സംഭവിക്കുകയോ ചെയ്താൽ ചൈനയ്ക്ക് ആ രാജ്യത്തെ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ എളുപ്പമാകും. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവും ഇറാന്റെ തുറമുഖങ്ങളും ഒരേപോലെ ചൈനയുടെ കൈപ്പിടിയിലായാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ പൂർണ്ണമായും വളയപ്പെടും. ചബഹാറിൽ ഇന്ത്യക്കുള്ള സ്വാധീനം കുറഞ്ഞാൽ അത് ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് നയത്തിന് വലിയൊരു വിജയമായി മാറുകയും ചെയ്യും. ഇറാനുമായുള്ള വ്യാപാരം നിലവിൽ ഇന്ത്യയുടെ ആകെ വ്യാപാരത്തിൻ്റെ 0.15% മാത്രമാണെങ്കിലും, അതായത് ഏകദേശം $1.68 ബില്യൺ. അതിൻ്റെ തന്ത്രപരമായ മൂല്യം അളവറ്റതാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യ ഇറാനുമായി ബന്ധം നിലനിർത്തുന്നത് ഈ ദീർഘകാല താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഭരണകൂടം ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% അധിക നികുതി ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു വശത്ത് ദശകങ്ങളായി പടുത്തുയർത്തിയ തന്ത്രപ്രധാനമായ സൗഹൃദം, മറുവശത്ത് അമേരിക്കയുമായുള്ള അവിഭാജ്യമായ ബന്ധം. ഇതിനിടയിൽ ഒരു നൂൽപ്പാലത്തിലൂടെ നടക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലെ പുരോഗമനപരമായ മാറ്റങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ആ മാറ്റം രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെയോ വിദേശ ഇടപെടലുകളിലൂടെയോ ആയാൽ അത് ഈ മേഖലയെ മുഴുവൻ ചുഴിയിലാഴ്ത്തും. ഇറാനിലെ നിലവിലെ ഭരണകൂടം ഇന്ത്യക്ക് പലപ്പോഴും വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ടെങ്കിലും അവർ ഒരു പരിചിതമായ ശക്തിയാണ്. എന്നാൽ ഒരു അസ്ഥിരമായ ഇറാൻ അല്ലെങ്കിൽ ചൈനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഇറാൻ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ആ രാജ്യം സ്ഥിരത കൈവരിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയുടെ ആവശ്യമാണ്. പടിഞ്ഞാറൻ അതിർത്തികളിൽ അസ്ഥിരത പടരുമ്പോൾ ഇന്ത്യക്ക് തൻ്റെ തന്ത്രപ്രധാനമായ സ്വയംഭരണാധികാരം കാത്തുസൂക്ഷിക്കാൻ വരും മാസങ്ങളിൽ കടുത്ത നയതന്ത്ര പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും.
ഇതിനിടെ പ്രക്ഷോഭം അതിശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ്സുകാർ, വിനോദസഞ്ചാരികൾ എന്നിവരടക്കം ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരും ലഭ്യമായ യാത്രാ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം മടങ്ങണമെന്നാണ് നിർദ്ദേശം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.